ഹലോ, എല്ലാവർക്കും അടുക്കള.comലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് കറുമൂസ കൊണ്ട് ഒരു ഐറ്റം ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. നിങ്ങളെ നാട്ടിൽ ഇതിനെന്താ പറയുക എനിക്കറിയില്ല. ഞങ്ങളിവിടെ ഇതിന് കറുമൂസ, കറൂത്ത ഒക്കെ പറയും. പിന്നെ പപ്പയ്ക്ക എന്ന് വിളിക്കുന്നവരുണ്ട്, പപ്പായ പറയുന്നവരുണ്ട്. അപ്പം എന്താവട്ടെ, നമ്മളവിടുത്തെ കറുമൂസ കൊണ്ട് ഞാനൊരു പുതിയ ഐറ്റം ഉണ്ടാക്കിയെടുക്കുകയാണ്. അതിന് വേണ്ടി ഇത് മീഡിയം സൈസുള്ള കറുമൂസ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിലെ സീഡ്സൊക്കെ കളഞ്ഞിട്ടെടുക്കണം. അങ്ങനെ ഇതിൻ്റെ സീഡ്സ് എല്ലാം കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ തൊലി ഒന്ന് പീൽ ചെയ്തിട്ടെടുക്കണം. നല്ല കട്ടിയുള്ള തൊലി ആയതുകൊണ്ട് പീലർ കൊണ്ട് നല്ല ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് ഞാൻ കത്തി കൊണ്ടാണ് ഇത് മൊത്തം കളഞ്ഞെടുത്തിട്ടുള്ളത്. അങ്ങനെ ഇതിൻ്റെ തൊലിയെല്ലാം ഞാൻ കളഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം. നമ്മളിത് കട്ട് ചെയ്യുന്നതിന് മുന്നേ തന്നെ കഴുകിയെടുക്കുന്നതാവും നല്ലത്. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ആദ്യം ഞാൻ ഇതേപോലെ കട്ട് ചെയ്തിട്ട് ആണ് ചെറുതായി അരിഞ്ഞെടുക്കുന്നത്. നിങ്ങൾക്ക് ഇതിലേറെ ചെറുതായിട്ട് അരിയാൻ പറ്റുന്നുള്ളവർക്ക് അങ്ങനെയും ചെയ്യാം. കുനുകുന അരിയാൻ പറ്റുന്നവർക്ക് അങ്ങനെയും ചെയ്യാം. ഞാനിപ്പോൾ ഈ ഒരു വലിപ്പത്തിലാണിത് ചെറുതാക്കി കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഈ വലിപ്പത്തിൽ മൊത്തത്തിൽ കട്ട് ചെയ്തിട്ട് എടുക്കാം. അങ്ങനെ കറുമൂസ എല്ലാം കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു പാൻ എടുത്തിട്ട് അതിലേക്ക് ഈ കട്ട് ചെയ്ത് വെച്ച കറുമൂസ എല്ലാം ഇട്ട് കൊടുക്കാം. ഇനി ഞാനിതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കാന്താരി മുളകാണ്. അപ്പം ഈ കാന്താരി മുളകിൻ്റെ എരിവ് എല്ലാ ഭാഗത്തും എത്തണം എന്നുണ്ടെങ്കിൽ ഇതൊന്ന് മെല്ലെ കീറി കൊടുക്കാം. കാന്താരി മുളക് എരിവ് കൂടുതലാണ് വേണ്ട ഉള്ളവർക്ക് സാധാരണ പച്ചമുളക് ഉപയോഗിക്കാം. ഞാനിവിടെ കുറച്ച് കാന്താരി എടുത്തിട്ടുണ്ട്. അത് ഞാനിതിലേക്ക് കീറിയിട്ട് കൊടുക്കുകയാണ്. നല്ല എരിവുണ്ടാവും. അപ്പോൾ എരിവ് കുറവ് വേണം എന്നുള്ളവർക്ക് കുറച്ച് എടുത്താൽ മതി. അങ്ങനെ ഞാനെല്ലാ മുളകും ഇതിലേക്ക് കീറിയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് വെള്ളമാണ്. ഞാനിവിടെ 3/4 കപ്പോളം വെള്ളം എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ വേണ്ടത് ഉപ്പാണ്. പാകത്തിന് ഉപ്പും ചേർത്തിട്ട് നമുക്കിത് ഗ്യാസ് സ്റ്റവിലേക്ക് മാറ്റാം. ഉപ്പ് ചേർത്തതിന് ശേഷം ഇതൊന്ന് ഇളക്കി കൊടുക്കണം. ഉപ്പ് എല്ലാ ഭാഗത്തേക്കും എത്താൻ വേണ്ടിയിട്ടാണ്. ഇനി ഇത് നമുക്ക് അടച്ചു വെച്ചിട്ട് കുറച്ച് നേരം വേവിച്ചെടുക്കാം. ഇതിവിടെ ഒരു 10 മിനിറ്റോളം മീഡിയം ഫ്ലെയിമിൽ കിടന്നിട്ട് വേവട്ടെ. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് വൻപയറാണ്. ഞാനിവിടെ 1 കപ്പ് വൻപയർ 2 മണിക്കൂറോളം വെള്ളത്തിലിട്ട് കുതിർത്ത് എടുത്തതാണിത്. ഇനി ഞാനിത് കുക്കറിലിട്ടാണ് കേട്ടോ വേവിക്കുന്നത്. ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഒരു കപ്പോളം വെള്ളം നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടാണ് വേവിക്കുന്നത്. അതൊരു ഭാഗത്ത് വെന്ത് വരട്ടെ. ഒരു 3-4 വിസിൽ അടിക്കോളം അത് വെന്ത് വരട്ടെ. ഇവിടെ നമ്മുടെ കറുമൂസ വെന്ത് വന്നിട്ടുണ്ട്. വെള്ളമൊക്കെ വറ്റി കുറച്ചുകൂടി വെള്ളം വറ്റാണ്ട് കേട്ടോ. ഇതിന് കുറച്ചുകൂടെ വെള്ളം വറ്റി വരണം. ഇപ്പോൾ വെള്ളമൊക്കെ ഏകദേശം വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ വേവിച്ച് വെച്ച വൻപയർ ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഈ വൻപയറും കറുമൂസയും ഒന്ന് നന്നായിട്ട് മിക്സ് ആക്കി എടുക്കണം. അപ്പോൾ ഇതെല്ലാം നല്ലോണം മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് കുറച്ച് ചെറിയ ഉള്ളിയും പിന്നെ കുറച്ച് വെളുത്തുള്ളിയാണ് വേണ്ടത്. ഒരു 5-6 അല്ലി വെളുത്തുള്ളി, ഒരു 8-10 ചെറിയ ഉള്ളിയും. ഇതെല്ലാം ചെറുതാക്കി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് വറ്റൽമുളകും കുറച്ച് കറിവേപ്പിൻ്റെ ഇലയും. അങ്ങനെ അതെല്ലാം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഒരു ചെറിയ പാന് അടുപ്പിലേക്ക് വെച്ചിട്ട് നമുക്ക് ചൂടാക്കിയെടുക്കാം. ചൂടായ പാനിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. വെളിച്ചെണ്ണയാണ് കേട്ടോ അത് മൂപ്പിച്ചെടുക്കുന്നത്. എണ്ണ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിക്കഴിയുമ്പോൾ നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള വറ്റൽമുളക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. വറ്റൽമുളക് ഒന്ന് ചൂടാകുമ്പോൾ
നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുള്ള ഉള്ളി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള കറി ലീവ്സ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം, നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം. ഇപ്പോൾ ഇതെല്ലാം ഈ വെളിച്ചെണ്ണ കടന്ന് നന്നായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇപ്പം നല്ലൊരു മണമൊക്കെ ഉണ്ടാവും കേട്ടോ. ഇനി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൽ കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കാം, നല്ലൊരു വേറൊരു ടേസ്റ്റ് കിട്ടും. പക്ഷെ ഞാനിപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നില്ല. അപ്പോൾ നമുക്ക് ഈ കൂട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കണം. ഉള്ളിയും വെളിച്ചെണ്ണയും എല്ലാം എല്ലാ ഭാഗത്തേക്ക് എത്തട്ടെ. അങ്ങനെ നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള കർമൂസ വൻപയർ ഉപ്പേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എന്നിട്ട് എന്നെ ഫീഡ്ബാക്ക് അറിയിക്കണം. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മാത്രം നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിടുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും നന്ദി.